ഫൈൻ ബ്രോ അൺമ്യൂട്ട് ചെയ്തോ? ബ്രോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. കാണുന്നില്ല. ആയിട്ടുണ്ട്. ഐ എന്തൊക്കെയാണ് അഭിപ്രായ വിശേഷങ്ങള്? നല്ല വിശേഷം. പൊളിയല്ലേ? നല്ലതന്നെ. സെറ്റ്. എന്നിട്ട് വേറെ ട്രേഡിംഗ് എങ്ങനെ പോകുന്നു ബ്രോ? ട്രേഡിംഗ് ഇങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയടാ? കംപ്ലീറ്റ് ആയില്ലേ? ഞാനിപ്പോ സോൺസ് കഴിഞ്ഞ് മിറ്റിഗേഷൻ ലിക്വിഡിറ്റി ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് എൻട്രീസ് ഒക്കെ എടുത്ത് ഈ എൻട്രീസ് ട്രേഡിംഗ് വ്യൂവിൽ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ. അങ്ങനെ വെക്കും. അപ്പം അത് നോക്കുമ്പോൾ ഒരു ഞാനൊരു കുറച്ച് പേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ എൻട്രീസ് എടുത്തു. ഒരു 4-5 എൻട്രീസ് എടുത്ത് ഒക്കെ ടി പി അടിച്ച് ഒരു 1:3 റേഷ്യോ. എല്ലാം ടി പി അടിച്ചേ? ഒന്ന് 2-3 എൻട്രീസ് മിസ്സായി. മിസ്സായിട്ട് പിന്നെ ടി പിക്ക് പോയിക്കണ്. അത് ശരി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ബ്രോ ഫസ്റ്റ് ടൈം ആണോ പ്രൊഫഷണലി കോഴ്സ് എടുത്തിട്ട് ചെയ്യുന്നത്, അതോ ഫസ്റ്റ് ടൈമാണ് പ്രൊഫഷണലി കോഴ്സ് എടുത്തത്. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രൂസൻസിന്റെ ഭാഗത്ത്? അടിപൊളിയായിരുന്നു, ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. എങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് കടുകട്ടിയായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ? ഇല്ല, ഞാൻ വേറൊരു ചെറിയൊരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രേഡിംഗ് അനാറ്റമി പറഞ്ഞിട്ടുള്ള. ഓക്കെ. അപ്പം ഈ ബേസ് പഠിക്കണേലും എന്താ പറയാ, കുറെ ഈസി ആയിട്ട് തോന്നി നിങ്ങളെ കോഴ്സ് ടി എം സി. അത് ശരി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫൈമ, നമ്മളിതൊരു കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. ഇത് നമുക്ക് വേണ്ടിയിട്ട് എടുത്ത സ്ട്രാറ്റജിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു എസ് എ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? അതിൽ എഴുതിയ പോലെ നമ്മൾ പഠിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പഠിക്കൂല. അതിന്റെ ഉള്ളിൽ നിന്നുള്ള സാധനം മാത്രം ഇങ്ങോട്ട് കടത്തിയെടുക്കൂലേ. ആ ലെവലിൽ ആക്കി വെച്ച സാധനമാണ്. അപ്പൊ അത് നിങ്ങൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത്ര സിമ്പിളോ. അതെ, പിന്നെ മാത്രമല്ല, പറഞ്ഞോ ബ്രോ, പറഞ്ഞോ. ഇത് വേറെ ഞാൻ കുറച്ച് എസ് എം സിന്റെ അത് ഇതൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിന് ഓക്കെ. കുറച്ച് മുമ്പ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ അതിലൊക്കെ വലിയ സംഭവമാക്കി പറയണ കാര്യങ്ങളും നിങ്ങൾ പറയാണ്ട് ആ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിക്കുന്നു ഞാൻ അത്രേ നോക്കുമ്പോ. ഉള്ളൂ. അതാണ് പറഞ്ഞത്, നമ്മൾ ആ രീതിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ വേറെ ഏത് കോഴ്സ് എടുക്കുന്നതിനെക്കാട്ടിയും റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും. കാരണം ഇതിന്റെ ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം ഫൈവിന്. നമുക്ക് ഒരുപാട് കോഴ്സ് പല ലാംഗ്വേജസിൽ പല ആൾക്കാർ, പല നാട്ടിലെ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോ അതിലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, അവർ ആ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവർ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് പൈസ ആക്കുന്നുണ്ടാവില്ല. അവരെന്താക്കും? ആ ഒരു കോഴ്സ് വിറ്റ പൈസനെ കൊണ്ട് മാത്രമേ പൈസ ആക്കുന്നുള്ളൂ. ഇവിടെ എന്താണ്? നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സെയിം സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അതും എത്രയോ സിമ്പിൾ ആയിട്ട്. അത് ഈ ഒരു നമ്മളെ ചെറിയൊരു ഫീസിൽ ഇത്രയും അടിപൊളി സ്ട്രാറ്റജി, ഇത്രയും അടിപൊളി കോഴ്സ്, ഇത്രയും അടിപൊളി ടീമിന്റെ കൂടെ പറ്റുന്ന ബ്രോന് തോന്നുന്നുണ്ടോ വേറെ ഇത്രയും എവിടെയും? അത് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ എന്താ പറയാ, ഈ ബേസിക് ആയിട്ടുള്ള ഈ ട്രേഡിംഗ് അനാറ്റമി പറഞ്ഞ കോഴ്സ് അത് ചെയ്തപ്പോൾ അത് പൈസ ആക്കാൻ പറ്റുന്ന കോഴ്സ് അല്ല. പക്ഷെ സ്റ്റിൽ അതിനെക്കാട്ടിലും എത്രയോ ഈസിയാണ് ഈ കോഴ്സ്. ട്രൂ സെൻസ് ഉണ്ട് അല്ലെ? ഓക്കെ. അതാണ് നമ്മള് അധികം എല്ലാ ആഡിലും വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ സിമ്പിൾ ആണ് എന്ന് പറയേണ്ടത് നമ്മളെക്കാട്ടിയും കൂടുതൽ അത് പഠിച്ച നിങ്ങൾ തന്നെയാണ്. നമ്മളല്ല അത് പറയേണ്ടത്. നമുക്കത് പഠിച്ചതിനെ കൊണ്ട് സിമ്പിൾ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ഇത്രയും അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പി. കാരണം ഇപ്പം കോഴ്സ് ഇപ്പം ബ്രോന്റെ കംപ്ലീറ്റ് ആയില്ലേ മൊത്തത്തില്? ആ, അതിന് ഏറെക്കുറെ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ? കുറച്ചും കൂടെ ഉള്ളൂ. ഇപ്പൊ തന്നെ അത്യാവശ്യം പ്രോഫിറ്റ്, എങ്ങനെ പ്രോഫിറ്റ് വരാൻ തുടങ്ങുന്നതൊക്കെ? ഇല്ല, ഞാൻ ഈ ട്രേഡ് എടുത്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഡെമോ സ്റ്റാർട്ട് ചെയ്തോ? ഇനിയിപ്പോ ഞാൻ ഡെമോയിലൊന്ന് ചെയ്ത് നോക്കണം. ഇത് ഞാൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ലോഗ് ചെയ്തിട്ട് ഒരു 10 ട്രേഡ് എടുത്തിട്ട് അതിൽ എനിക്ക് എങ്ങനെയാണ് അക്യുറസി എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഡെമോ വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ ലിങ്ക് ഞാൻ ഹെൽപ്പ് ആക്കി തരാം, ഡോൺ വറി. ഇല്ല, ഞാൻ വീഡിയോ ഉണ്ട്, നമ്മുടെ ഞാൻ വീഡിയോ വേറെ ഉണ്ട്. വേറെ ബ്രോക്കർ ഉണ്ട്, ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ, ഫൈൻ, ഫൈൻ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്തിട്ട് എന്താക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ പവറാക്കി കൊണ്ടുപോവാ. കാരണം നിങ്ങളെയൊക്കെ ആ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നുണ്ട്. അതിൽ കുറെയൊക്കെ നമ്മൾ എന്താന്ന് ഓരോന്ന് അധികം വെറുപ്പിക്കാൻ നിൽക്കല്ല നമ്മുടെ ചാനലില്. ഒന്നോ രണ്ടോ സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങൾ കാണുന്നല്ലേ ഇടുന്നത്. അപ്പൊ അതുപോലെ നാളെ ഫൈവിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് പ്രൗഡ്ലി ഇടേണ്ടതാണ്. ഇൻഷാല്ലാ. സോ സെറ്റ് ആക്കടാ. അപ്പൊ ഇനിയിപ്പോ മാർക്കറ്റിലേക്ക് എന്താ പറയാ, ലൈവ് മാർക്കറ്റിൽ എൻട്രീസ് എടുത്തിട്ടൊരു ധൈര്യം വരാണ്ട്. ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണല്ലോ ഒറ്റക്ക് ട്രേഡ് എടുക്കുന്നത്. ഞാൻ മുമ്പ് അതെ. ടെലിഗ്രാമിൽ സിഗ്നൽസ് അത് ഇതൊക്കെ നോക്കി എടുത്തിരുന്നു, സാറോടുള്ള പറയണത് എന്താ. പക്ഷേ ഇന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ട്രേഡ് എടുക്കാൻ പോണത്. ഓക്കെ. അപ്പൊ ഇനി അത് ഈ മാർക്കറ്റിൽ നിന്നിട്ടൊരു ധൈര്യം വരാണ്ട്. ഞാൻ ഇപ്പൊ വിചാരിച്ചത് ഒരു 10 ട്രേഡ് എടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് ലോഗ് ചെയ്ത് വെക്കുക. അതിൽ എത്രയാണ് റിസ്ക് റേഷ്യോ, എത്രയാണ് കിട്ടുന്നത്, എത്ര അക്യൂറസി ഉണ്ട്, ഒരു 50-50 റിസ്ക്, 1:3 50-50 അക്യൂറസി ഉണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുത്ത് തുടങ്ങും, പ്രോഫിറ്റബിൾ ആവുമല്ലോ. അടിപൊളി, അടിപൊളി, അടിപൊളി. എന്തായാലും സെറ്റ് ആക്ക് ബ്രോ. പിന്നെ ഇമോഷൻ മറക്കണ്ട.
രണ്ട് കാര്യങ്ങള് പേടി മാറ്റുക, അതിന്റെ കൂടെ തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മൂന്നാമത്തെ വലിയ സാധനം ആക്രാന്തം. ഓക്കെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിനൊക്കെ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് തന്നിട്ടുണ്ടാവില്ലേ മെന്റർ? ഉണ്ട്. അപ്പോ കൃത്യമായിട്ട് ആള് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഒറ്റ കാര്യം ചിന്തിക്കേണ്ട, നിങ്ങള് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ കിട്ടുക. അതെ, അതുകൊണ്ട് തീർച്ചയായും. വളരെ പ്രോപ്പർ ആയിട്ട് നോക്ക്. നമുക്കിപ്പോ എന്താണ്, ഒരു 4 കൊല്ലം ചെലവാക്കിയിട്ട് ബിടെക് പഠിച്ചിട്ട് ആരെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ബ്രോ ഇപ്പൊ ചെയ്യുന്നത്. ജസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് ചെറിയൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എത്ര ഇൻകം വേണമെന്നുള്ളത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ട്രാറ്റജി, ലൈഫ് ടൈം സ്കില്ലാണ് പഠിക്കുന്നത് എന്നുള്ള ഒറ്റ കാര്യം മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. സോ അതെ. അതിന് ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രായത്തില് ഡോണ്ട് ബി ചേസ് ഹണി, മേക്ക് മണി, മണി മേക്ക് ഹണി എന്ന് പറയുന്ന പോലെ നമുക്ക്, ഞാൻ ജസ്റ്റ് ഒരു തമാശ പറഞ്ഞ അത് കാര്യമാണ്. എടുക്കണ്ട. അത് ഓക്കെ, കാര്യമാണ്. സെൻസ് മനസ്സിലായല്ലോ എന്താണ് ടൈം ഉദ്ദേശിച്ചത്. പോവുള്ളൂ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു പാഷൻ ആയിട്ട് ആ പാഷനെ ഫോളോ ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്കോളും ബ്രോ. ഓക്കെ, എനിക്ക് ചെറിയ അപ്പോ രീതിയിലൊക്കെ കോൺഫിഡന്റ് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോ ഈ കഴിഞ്ഞ ശനി ഞായർ മാർക്കറ്റ് ഓഫുള്ള ദിവസം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചാർട്ട് അനലൈസ് ചെയ്ത് വെച്ച്, ഇപ്പൊ യൂറോ യു എസ് ഡിയിലൊക്കെ ഞാൻ ഒരു എൻട്രി അവിടെ എടുത്ത് വെച്ച്, ആ, പിന്നെ ട്രേഡിംഗ് വ്യൂല് ഒരു ഷോർട്ടും ലോങ്ങും എടുക്കൂലേ, അതേമാതിരി എടുത്ത് വെച്ച് കറക്റ്റ് സീറോ ഡ്രോ ഡൗണിൽ ടീപ്പ് അടിക്കുന്നു. സെറ്റ്, ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇനിയിപ്പോ മാർക്കറ്റിൽ നിന്നിട്ട് എടുത്തിട്ട് ഒരു ധൈര്യം വരാണ്ട്. അതൊക്കെ സെറ്റ് ആയിക്കോളും ബ്രോ. അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. അപ്പോ നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് ബ്രോ, ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഫൈവും ഇപ്പോൾ ഉള്ള ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു. ഇതിന്റെ മുമ്പേ വരുന്ന പറഞ്ഞാല് ഞാൻ ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിക്കണ്, ഫൈൻ. ആ, പക്ഷെ അതൊന്നും എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഇതിലേക്ക് കോൺഫിഡൻസ് ഇതൊന്നും ആയിട്ടില്ല. ഇതില് ഓക്കെ, ഇതില് എന്താ പറയാ, ട്യൂഷൻസിന്റെ ആപ്പിൽ തന്നെ ഓരോ വീഡിയോന്റെ അകത്തും ആ 15 എക്സാമ്പിൾസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ, അതെ, അതിലാണ് മാർക്കറ്റിൽ ചാർട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അത് ചെയ്യുമ്പോഴാണ് കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. സ്വന്തമായിട്ട് നമുക്കിപ്പോ ഇത് സ്കില്ലാണല്ലോ, ഇൻഡിവിജ്വൽ സ്കില്ലാണല്ലോ. അപ്പോ തീർച്ചയായും, ഇന്റായിട്ടുള്ള കുറെ സാധനങ്ങൾ എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ തന്നെ ഇരിക്കണമല്ലോ, പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഡെഫിനറ്റ്ലി ബ്രോ. ഇതിങ്ങനെ 15 വെച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഡൗട്ടുകൾ കൂടി. അതേപോലെ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടിയത്. അയ്യോ, എന്നാലും പക്ക കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ഇനി ട്രേഡ് എടുത്തിട്ട് എന്താ പറയാ റിസൾട്ടുമായി കോൺഫിഡൻസ് വരണം. എനിക്ക് ഈ ചില്ലറ മാസം കൊണ്ട് ബ്രോന്റെ സ്റ്റാറ്റസ് മാറിയത് കാണാൻ, എനിക്ക് പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള രീതിയിൽ ബ്രോന്റെ ആ സ്റ്റാറ്റസ് അങ്ങോട്ടേക്ക് മാറണം. എന്തായാലും പറ്റൂലേ ഫൈമ? ഉറപ്പല്ലേ? 100% അല്ലേ കോൺഫിഡൻസ്? എന്തായാലും ഇതിനു വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാ. ഉറപ്പല്ലേ ഇനി? സെറ്റ്, അത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും കൂടെ തന്നെ ഉണ്ട് കട്ടക്ക്. അത് മതി. ഓക്കെ ബ്രോ, എന്നാ പിന്നെ ഓക്കേടാ. താങ്ക് യു സോ മച്ച്, നിന്റെ എന്തായാലും ടൈമിന് താങ്ക്സ്. നമ്മൾ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ വീഡിയോ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ കോഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. വെറുതെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുമെന്ന് പറയുന്നത് പോലെയല്ലല്ലോ. സോ അതെ. എന്താണ് കാര്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടി തന്നെയാണ് ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത് ബ്രോ. എന്തായാലും കീപ് ട്രൈങ്, കീപ് പ്രാക്ടീസിങ്. എന്തായാലും നിങ്ങൾ ആ ഒരു സ്വപ്നം കാണുന്ന ഒരു ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ബ്രോ. ഇൻഷാ അല്ലാ. ഓക്കെ, ഓക്കെ. നടക്കട്ടെ ബ്രോ. താങ്ക് യു. ഓക്കെ. എന്തെങ്കിലും ബൈ. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ പോര്, നമ്മളിവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവസം. പോര്, കണ്ണൂരേക്ക് പോര്, ഒരു ദിവസം കാണാൻ നമുക്ക്. ഓക്കെ. ഓക്കെ ബ്രോ, ബൈ. ബൈ.